എന്നാൽ അത് ഉപയോഗിക്കരുത് എന്നല്ല. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അതിനെ നിങ്ങൾ വെടിഞ്ഞു നിൽക്കുക എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോലും നിങ്ങൾ അടുക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ലഹരി പദാർത്ഥങ്ങളുടെ അരികിലേക്ക് പോലും പോകരുതെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞത് ഒന്നുകിൽ നിങ്ങൾ അതുമായി കൂടിക്കലരാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ അതുമായി ഇടപെടുന്ന വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെയും ആ ഭാഗത്തേക്ക് പോലും നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. കാരണം ഇത് ഒരിക്കൽ ആസ്വദിച്ചു പോയാൽ, ഒരുപക്ഷെ അതിന്റെ അഡിക്റ്റായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളെ കാണുന്നവർ, നിങ്ങളോട് ചേർന്നിരിക്കുന്നവരെല്ലാവരും ഒരുപക്ഷെ ആ സ്വഭാവക്കാരായി മാറാം. അതല്ലെങ്കിൽ ഒരു സമൂഹം നിങ്ങളെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറിപ്പോയേക്കാമെന്ന് മുഫസ്സിറുകളായ ആളുകള് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിച്ചിട്ട് നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. ലഹരി എന്ന് പറയപ്പെടുന്നത് വെറുമൊരു വ്യക്തി നിയമം മാത്രമല്ല, വ്യക്തിഗതമായ തിന്മ മാത്രമല്ല എന്ന് മറന്നു പോകരുത്. അത് സമൂഹത്തിന്റെ സമാധാനം തകർക്കുന്ന ഒരു മഹാമാരിയാണ് എന്ന് നമ്മളെപ്പോഴും ഓർമ്മ പുതുക്കേണ്ടവരാണ്. സമീപകാലങ്ങളിൽ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന സമീപനാടുകളിൽ നടന്ന കൊലപാതകങ്ങളിൽ അധികവും കൃത്യമാണ്. അത് ചെറിയ കുട്ടികളടക്കം മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയ, ഉമ്മയുടെ കഴുത്തറുത്ത് കളഞ്ഞ, പിതാവിനെ തലക്കടിച്ചു കൊന്ന, ഉമ്മയെ കൊന്ന, ഇനി വാപ്പയും കൊല്ലുമെന്ന് പറഞ്ഞ ഈ സമുദായത്തിന്റെ ലേബലിൽ ജീവിച്ച ചെറുപ്പക്കാര് എന്തിനാണ് ഉമ്മയെ കൊന്നു, പിന്നീട് അടുത്തത് വാപ്പയും കൂടെ കൊന്നു കളഞ്ഞാലേ സമാധാനമാകൂ എന്ന് പോലീസിന് മൊഴി കൊടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. മുസ്ലിം നാമധാരിയായ ഒരു വിദ്യാർത്ഥിയാൻ എന്താണ് ലഹരി തലക്ക് പിടിച്ചപ്പോ, സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു പോയപ്പോ വാപ്പയെയും ഉമ്മയെയും ഒക്കെ തിരിച്ചറിയാൻ കഴിയാത്ത കോലത്തിലേക്ക് നമ്മുടെ മക്കൾ മാറിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതൊരു വ്യക്തിഗതമായ തിന്മയല്ല, ഒരു സാമൂഹികമായ വിപത്താണ് എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വാഹനം ഓടിച്ച ഒരുപാട് ആളുകള് വാഹനം ഓടിച്ചിട്ട് മരണപ്പെടുന്ന വാർത്തകളെ കാണാറുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെടുമ്പോഴാണ് വാഹനം ഓടിച്ച ആൾ മദ്യപിച്ചിരുന്നു എന്ന് പോലീസ് റിപ്പോർട്ട് കാണുന്നത്. അവരൻ അപകടമാണ്. സ്വന്തമായി ശരീരത്തിന് അപകടമുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്കും അത് അപകടങ്ങളിലേക്കാണ് എത്തിക്കുന്നത്. മാതാപിതാക്കൾ മക്കളെ ആക്രമിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. കൊല്ലം ജില്ലയിൽ ഒരു പിതാവ് സ്വന്തം മകനെ കൊന്നുകളഞ്ഞത് എന്തിനാണ്? അതുപോലെ പറഞ്ഞു മനസ്സിലാക്കി എല്ലാ തരത്തിലും അവന് പറഞ്ഞു കൊടുക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും നിരന്തരം മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം മാതാവിനെ മർദ്ദിക്കുന്ന കാഴ്ച സഹിക്കവയ്യാതെ വന്നപ്പോഴാണ് ഒരു വാപ്പ സ്വന്തം മകനെ കൊന്നുകളയുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയത്. വാപ്പ പറഞ്ഞത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഇത് സമൂഹം ചെയ്യുമെന്നാണ് വാപ്പ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്തരണത്തിൽ നമ്മുടെ മക്കള് ലഹരിയുമായി ബന്ധപ്പെട്ട് വലിയ തിന്മകളിലൂടെ കടന്നു പോവുകയാണ്. ബുദ്ധി കുറയ്ക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. കാരണം ബുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയുന്ന കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ബുദ്ധിയെ മന്ദീഭവിപ്പിച്ച് കളയുന്നത് കള്ളെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കള്ള മാത്രമാണ്, മദ്യം മാത്രമാണ് ലഹരി, അത് മാത്രമാണ് നിരോധിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അധികരിച്ചാൽ ലഹരിയായി മാറുന്ന എല്ലാ സംഗതികളും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പ് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, പാടില്ല എന്നുള്ളത്. നിസ്കരിക്കുന്നവരും നിസ്കരിക്കാൻ കടന്നു വരുന്നവരും ഒക്കെ പലപ്പോഴും മദ്യമായി ബന്ധപ്പെടുന്നില്ലെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ട പല മേഖലകളിലും ഇടപഴകുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഹൗദിന്റെ കരയിലേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? നിസ്കരിക്കാൻ വേണ്ടി കടന്നു വരുന്നവർ പോലും അത് ഉപയോഗിക്കുന്നവരാണ് എന്ന് ഹൗദിന്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഒരു പരിശോധന നടത്തിയാൽ അറിയാം. കാരണം അത് നിസ്സാരവൽക്കരിക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതല്ലേ പ്രശ്നമില്ല എന്ന തോന്നല് പലപ്പോഴും നമ്മുടെ മനസ്സിനെ പിടികൂട്ടിയിട്ടുണ്ട്. പരസ്യമായിട്ട് ഞാൻ കള്ളു കുടിക്കുന്നവനല്ല, രഹസ്യമായിട്ട് കള്ളു ഉപയോഗിക്കുന്നവനല്ല. കാരണം കള്ളു മാത്രമാണ്, അതല്ലെങ്കിൽ കഞ്ചാവും MDMA പോലെയുള്ള അവസ്ഥകൾ മാത്രമാണ് തിന്മ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പലപ്പോഴും അതിനെ ലഘൂകരിക്കുന്നത്. പത്മനാഭും ഹാൻസും അടക്കമുള്ള ചൈനീ കൈനി അടക്കമുള്ള വിപണിയിലുള്ള എല്ലാ രാസ
വസ്തുക്കളും അതല്ലെങ്കിൽ അതല്ലാത്ത കരവസ്തുക്കൾ അടക്കമുള്ള എല്ലാം കൃത്യമായി വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് കള്ളിനെ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി വിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അതിൽ നിന്നാണ് മറ്റെല്ലാം ഉത്ഭവിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ ആ വിഷയത്തിന് വളരെയേറെ ഗൗരവത്തോടു കൂടി നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തന്നത്. ഖുർആൻ ഇങ്ങനെയാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇന്നമാ യുരീദു ശൈത്താനു അയ്യുഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംറി വൽ മൈസിരി വയസുദ്ദുകും അൻ ദിക്രില്ലാഹ് വഅനിസ് സലാത്തി ഫഹൽ അൻതും മുന്തഖൂൻ. തീർച്ചയായും ശൈത്താൻ ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ്. അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും മാത്രമാണ് ശൈത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അതിൽ നിന്ന് നിങ്ങൾ അവയിൽ നിന്ന് വിരമിക്കുന്നവരാണോ എന്നാണ് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. വാപ്പയും മക്കളും ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പിന്റെ ആധാരമാണ്. പക്ഷേ നമ്മുടെ മക്കൾ നമ്മളെ കണ്ട് വളരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് എങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന അതല്ലെങ്കിൽ ചെറുതോ വലുതായ ലഹരിയുമായി ബന്ധപ്പെടുന്നവരാണ് മാതാപിതാക്കളെങ്കിൽ നമുക്കെങ്ങനെയാണ് നമ്മുടെ മക്കളോട് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറയാൻ കഴിയുക എന്നുകൂടി നാം ഒന്ന് ചിന്തിക്കേണ്ടവരാണ്. ചെറുക്കിടയിൽ വെക്കുന്ന വ്യാപകമായി ചെറുക്കിടയിൽ തിരികെ വെക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് എന്റെ മുന്നിലിരിക്കുന്ന അധികം ചെറുപ്പക്കാരാണെങ്കിലും ഒരൽപ്പം വയസ്സ് കൂടിയവരാണെങ്കിലും ശരി അത് ഉപയോഗിക്കുന്നത് സാധാരണ പ്രശ്നമേ അല്ല എന്ന് കരുതിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വലിയൊരു വിഭാഗം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരുന്നവരിലും ഉണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. മാറി നിന്നേ മതിയാവൂ. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരു സമൂഹത്തിനും ശരീരത്തിനും ഏതെല്ലാം നിലക്കും ഹാനികരമാകുന്നതെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണമെന്ന് നമ്മളോട് വളരെ വിശാലമായി പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. നിങ്ങളുടെ കൈകളെ നിങ്ങളുടെ നാശത്തിലേക്ക് ചാടരുത്, നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വലിയൊരു വിഷയമാണ്. എന്റെ പ്രിയമുള്ള യുവാക്കളോടാണ് സമൂഹത്തിൽ ഏറ്റവും നല്ല ഉന്നത നിലവാരത്തിലൂടെ വളർന്നു വരുന്ന തലമുറ, നിങ്ങളുടെ അനുജന്മാരും ഈ സമൂഹത്തിന് മാതൃകയായി വളരേണ്ടവരാണ് യുവാക്കൾ. നിങ്ങളുടെ ദീനീബോധവും നിങ്ങളുടെ കലാകായിക ആ തരത്തിലുള്ള നിങ്ങളുടെ ശരീരത്തിന്റെ നിങ്ങളുടെ മനസ്സിന്റെ ഇഷ്ടങ്ങളുമൊക്കെ നല്ല നിലയിൽ പ്രചോദിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് മാതൃകയായി നിങ്ങൾ ജീവിക്കേണ്ടവരാണ്. ഒരു നിമിഷത്തെ എടുത്തുചാട്ടം കൊണ്ട് ഇത്തരത്തിലുള്ള വിപത്തുകളിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ വാശിക്ക് കിണറ്റിൽ ചാടിയാൽ അതേ വാശിക്ക് തിരിച്ചു കയറാൻ നമുക്ക് കഴിയില്ല എന്ന് പഴമക്കാര് പറഞ്ഞതുപോലെ ഒരിക്കൽ അകപ്പെട്ടു പോയാൽ അതിൽ നിന്ന് തിരിച്ചൊരു മോചനം വളരെ അസാധ്യമാകുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഇത് കിട്ടാതെ വന്നാൽ പ്രശ്നങ്ങൾ വലുതാണ്. അത് കിട്ടാൻ വേണ്ടിയാണ് പല പ്രശ്നങ്ങളിലൂടെയും മനുഷ്യൻ കടന്നു പോകുന്നത്. പല മനസ്സിനുള്ളിൽ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് പണ്ട് മറന്നുപോയ ശത്രുത പോലും പുറത്തേക്ക് കടന്നു വരുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് ഇത് ചെല്ലുന്ന സമയത്താണ് അവിടെയാണ് ശത്രുതയും കൊലപാതകവും ആത്മഹത്യവും അടക്കമുള്ള പ്രവണതകളിലേക്ക് മാറിപ്പോകുന്നത്. എന്റെ സഹോദരങ്ങളോട് സാമ്പത്തികമായ ലാഭം ഉദ്ദേശിച്ചാണ് ഇത് കച്ചവടം ചെയ്യുന്നതെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സമ്പത്ത് ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഉപകരിക്കുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മക്കളെ വളർത്താനായിരിക്കാം, വീട് വെക്കാനായിരിക്കാം, കച്ചവടം വളർത്താനായിരിക്കാം, ഇത് ഏത് രീതിയിലാണെങ്കിലും ശരി ഹറാമായ വഴിയിലൂടെ നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവരുന്ന നാണയത്തുട്ടുകൾ അത് നാളെ ദുനിയാവിലും പരലോകത്തും നിങ്ങൾക്കെതിരെ മാത്രമേ സാക്ഷിയാകൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും വിഷയങ്ങളിൽ ഇടപെട്ടു പോയവരുണ്ട് എങ്കിൽ അത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ അതിൽ നിന്നും മാറി നിൽക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യണം, തൗബ ചെയ്യണം. പടച്ചറബ്ബിനോട് ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞാൽ അല്ലാഹു പുറത്തു തരുന്നവരാണ്. അത്തരമൊരു സുഖം, മറ്റൊരു ആസ്വാദനം എന്റെ ശരീരത്തിന് വേണ്ട. വിവാദത്തിലൂടെ പടച്ചറബ്ബിലേക്ക് സജീവമാകാൻ എന്റെ ആരോഗ്യം ഇനിയും വേണമെന്ന ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് കാത്തിരിക്കുന്ന കുടുംബക്കാർ, വീട്ടുകാർ, മക്കളടക്കമുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിൽ തലയെടുപ്പോടുകൂടി ജീവിക്കുന്ന ഒരു ബാപ്പയ്ക്ക് മുമ്പിൽ, ഉമ്മക്ക് മുമ്പിൽ അവര് തല താഴ്ത്തി നിങ്ങളെ കാരണം സമൂഹത്തിൽ തല താഴ്ത്തി നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സർക്കാരിന്റെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വളരെ സ്തുത്യർഹമായ നിലയിലാണ് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഐക്യപ്പെടുകയും നമുക്ക് തിരുത്താൻ പറ്റുന്ന മേഖലകളൊക്കെ പറഞ്ഞു തിരുത്താൻ കഴിയുന്നവരെ പറഞ്ഞു തിരുത്തുക. ഇനി അങ്ങനെയും തിരുത്താൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുകയും അവരെ ശിക്ഷിക്കാൻ വേണ്ടിയോ അവരെ സമൂഹത്തിൽ മോശമാക്കാൻ വേണ്ടിയല്ല, നല്ല നിലക്ക് അവര് തിരിച്ചു വന്നാൽ സ്നേഹത്തോടെ അവരെ സ്വീകരിക്കാൻ, പരിചരിക്കാൻ, നന്നാകാനുള്ള വഴി അവരുടെ മുമ്പിൽ തുറന്നു കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി